ഹലോ ഗൈസ്, ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ സെലീനും ശ്രുതിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ വരികയാട്ടോ. എന്നിട്ട് അശ്വിൻ നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, സെലീൻ പോയതിനു ശേഷം പറയുന്നുണ്ട്, അവര് ചേച്ചിയുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളത് സത്യം, പക്ഷെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൂടുതൽ നീ കേൾക്കാൻ നിൽക്കണ്ടോ ശ്രുതി എന്ന് നമ്മുടെ ശ്രുതിയോട് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്. ശ്രുതിയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് നമ്മുടെ അശ്വിൻ പറയുന്നത് കേട്ടോ. പിന്നീട് നമ്മുടെ വീട്ടുകാരെല്ലാരും കൂടെ, നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ ശ്രുതിയും അശ്വിനും എല്ലാവരും, മനോരമ ആന്റി എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതി എല്ലാവരും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ മുത്തശ്ശി പറയും, ഇവിടെ നടക്കാൻ പാടില്ലാത്തത് കുറെ നടന്നു എന്ന് കരുതി ഈ കുടുംബം വെട്ടിമുറിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, എല്ലാവരും ചിഹ്നം ഭിന്നമായി പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് നമ്മുടെ മുത്തശ്ശി തറപ്പിച്ച് പറയുന്നുണ്ടേ. അതിനുശേഷം നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സങ്കടോട്ടോ. എന്തോ അഞ്ജലിയുടെ അടുത്ത് പോയപ്പോൾ അഞ്ജലി എന്തോ പറയാൻ പാടില്ലാത്തതെന്തോ പറഞ്ഞു എന്ന് തോന്നുന്നു. നമ്മുടെ ശ്രുതി ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ചേച്ചിയാണെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ, പക്ഷെ ആ ചേച്ചി എന്നോട് ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതി ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുവാണേ. അതിന് പിന്നാലെ നമ്മുടെ ശ്രുതി ഒരു ഷെൽഫ് ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ അലറി വിളിച്ച് കരയുന്നുണ്ട്, ആ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ ആരാണ്, നമ്മുടെ അശ്വിൻ ഷെൽഫിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുമായിരിക്കും. അപ്പൊ നമ്മുടെ അശ്വിനും നമ്മുടെ ശ്രുതിയുടെ കരച്ചിൽ കേട്ടിട്ട് ഞെട്ടുന്നുണ്ട്, ശ്രുതിയും ആകെപ്പാടെ ഞെട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഞെട്ടലോട് ഞെട്ടല്. ഇതാട്ടോ പ്രൊമോന്റെ അവസാനം നമുക്ക് കാണുവാൻ സാധിച്ചത്. കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.